നമസ്കാരം, ഞാൻ അഭി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈദൊക്കെ അടുക്കാണ്. അപ്പോൾ യൂസ്ഡ് കാറൊക്കെ നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് പുതിയൊരു ഷോറൂം കൂടെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ കുമ്മിണിപ്പറമ്പ്, അതായത് മലപ്പുറം എയർപോർട്ട് തറയിട്ടാലിന് തൊട്ടടുത്തുള്ള നയാഗര പെട്രോൾ പമ്പിനടുത്ത് പുതിയൊരു യാർഡ് തുറന്നിട്ടുണ്ട്. പേര് വരുന്നത് കാർവൺ എന്നാണ്. കുറച്ച് അടിപൊളി ഓഫർ റേറ്റ്, ഇനോഗ്രൽ ഓഫർ, അതേപോലെ തന്നെ ഇവരെ മാക്സിമം ഈദ് ഓഫറൊക്കെ അതിനെക്കൊണ്ട് കുറച്ച് വില കുറച്ചിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ലോ ബഡ്ജറ്റ് ലക്ഷറി വണ്ടി നോക്കുന്നെങ്കിൽ 2004 മോഡൽ നല്ലൊരു അടിപൊളി ബെൻസ് ഉണ്ട്. 2.5 ലക്ഷം രൂപയെ റേറ്റ് വരുന്നുള്ളൂ. 2016 മോഡൽ ഹോണ്ട ജാസ് വി ഓപ്ഷൻ വണ്ടി ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. റേറ്റ് വരുന്നത് 4.5 ക്യാഷ് ബാക്ക്, ഫുൾ ലോൺ ഒക്കെ കിട്ടാൻ ചാൻസ് ഉള്ള വണ്ടികളാണ് ഈ പറയുന്നത്. ആൾട്ടിസ് 2010 മോഡൽ 20 അടുത്ത് തന്നെ മൈലേജ് കിട്ടുന്ന ഡീസൽ വണ്ടി ഉണ്ട്. 3 ലക്ഷം റേഞ്ചിലുള്ള റേറ്റ് വരുന്നത്. 2018 മോഡൽ വാഗണാർ ഉണ്ട്. റേറ്റ് വരുന്നത് 370 അടുത്താണ്. മാക്സിമം ഫുൾ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. 2013 മോഡൽ നമ്മൾ മുന്നേ കണ്ട ജാസിന്റെ സെയിം ഡീസൽ എഞ്ചിൻ വരുന്ന ID ടെക് എഞ്ചിൻ വരുന്ന 20 പുറത്ത് മൈലേജ് കിട്ടുന്ന വണ്ടി. 2013 മോഡലാണ്. റേറ്റ് വരുന്നത് വെറും 3 ലക്ഷം രൂപയുള്ളൂ. ഫുൾ ലോണും കിട്ടുന്നുണ്ടാവുക. ഫുൾ ലോണിൽ കിട്ടുന്ന കുറച്ച് SUV കാണിച്ചു തരാം. ബൊളേറോ 2012 മോഡൽ വണ്ടി ഉണ്ട്. 3 താഴെയാണ് റേറ്റ് വരുന്നത്. ബ്രസ 2017 മോഡൽ VDI ക്ലീൻ പി സിംഗിൾ ഓണർ വണ്ടി. റേറ്റ് വരുന്നത് ഏകദേശം 6.25 അടുത്താണ്. ഇന്നോവകളൊക്കെയാണ് നിങ്ങൾ നോക്കുന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിയ വണ്ടി നോക്കുന്നെങ്കിൽ ഇന്നോവകളുടെ അത്യാവശ്യം നല്ലൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. ഇന്റർകൂളർ എഞ്ചിൻ വരുന്ന വണ്ടികളുണ്ട്. സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് വെറും 4.25 ഉള്ളൂ. മാക്സിമം ലോണും കിട്ടുന്നുണ്ടാവും. 2016 മോഡൽ ഓൾട്ടോ കേട്ടൺ ഉണ്ട്. ഓൾട്ടോ അല്ല, ഓൾട്ടോ കേട്ടൺ ആണ്. 2.5 റേഞ്ചിലാണ് പ്രൈസ് വരുന്നത്. 15 മോഡൽ XV ഫുൾ ഓപ്ഷൻ ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വണ്ടിയാണ്. റേറ്റ് വരുന്നത് ഇതും 2.5 റേഞ്ചിലേ ഉള്ളൂ. കോമ്പാക്ട് SUV ക്യാഷ് ബാക്ക് ഫുൾ ലോൺ വേണ്ടവർക്കായിട്ട് ഒരു ഹ്യുണ്ടായി ക്രെറ്റ ഉണ്ട്. അതേപോലെ തന്നെ ഒരു ഡസ്റ്ററും വരുന്നുണ്ട്. ഇങ്ങനെയുള്ള അത്യാവശ്യം നല്ല അടിപൊളി റേറ്റുള്ള അടിപൊളി വണ്ടികളുടെ ഒരു കമനീയ ശേഖരമാണ് നമുക്ക് ഇന്ന് കാർവണ്ണിൽ പരിചയപ്പെടാനുള്ളത്. അപ്പോൾ വീഡിയോ അതിനാണ് കാണുന്നെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വണ്ടികൾ പരിചയപ്പെടണം. സോ വേണ്ടത് വീഡിയോ ബൈസോടൊപ്പം പുതിയൊരു സംരംഭമാണ്. മാക്സിമം വില കുറയ്ക്കാനാണോ കൂട്ടാനാണോ, എങ്ങനെ ഞങ്ങൾ ഉദ്ദേശം എങ്ങനെയാണ്? വില കുറച്ച് നല്ല വണ്ടി കൊടുക്കാം. വില കുറച്ച് നല്ല വണ്ടി കൊടുക്കുക. ഈദ് ഓഫറായിട്ട് വില വരുന്നവർക്ക് വില കുറച്ച് കൊടുക്കൂ. മാക്സിമം സെയിൽ ചെയ്യാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് പുതിയ സംരംഭത്തിന്. ആയതുകൊണ്ട് എങ്ങനെയാ അമേസ് മോഡൽ ഏതാ വരുന്നത്? 2013. ഇത് പെട്രോൾ ആണോ ഡീസലാണോ? ഡീസലാണ്. ID ടെക് എന്നുള്ള എഞ്ചിൻ അല്ലേ? ഓക്കെ. ID ടെക് എഞ്ചിൻ എന്ന് പറയുന്നത് നമ്മൾ ജാസിലൊക്കെ വരുന്ന അതേ എഞ്ചിൻ. 1.5 തന്നെ 20 പുറത്ത് മൈലേജ് കിട്ടും. ഇപ്പൊ നിലവിൽ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 1 lakh പോകും. ഓക്കെ. 1.25 ലക്ഷമാണ് ഇതിൽ എഴുതി കാണുന്നത്. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണോ? ഹിസ്റ്ററി ഉണ്ട്. ഓണർഷിപ്പ് എത്ര വരുന്നത്? സെക്കൻഡ്. ഓക്കെ. EX എന്നുള്ള ഓപ്ഷൻ ആണല്ലേ? AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് ആണ് ഫീച്ചർ ആയിട്ട് വരുന്നത്. 2013 മോഡൽ അമേസ്. കേരള വണ്ടിയാണ്, റീ രജിസ്ട്രേഷൻ വണ്ടി? കേരള വണ്ടി തന്നെയാണ്. എടുക്കുന്ന എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടാവോ അമേസിൽ? ഇല്ല. പക്ക ക്ലീൻ ആണ്. ക്ലീൻ ആക്കി കൊടുക്കും. ഓക്കെ. ഒന്ന് പോളിഷ് ചെയ്ത് ഡെലിവറി കൊടുക്കുള്ളൂ. ഓക്കെ. അല്ല, വണ്ടി അത്യാവശ്യം കാണാൻ ഷേപ്പ് ഉണ്ട്. ചെറുതായിട്ട് പൊടി പിടിച്ചതായിട്ട് തോന്നുന്നുണ്ടെന്നുള്ളൂ. റേറ്റ് എത്ര ചോദിക്കുന്നത്? നമുക്ക് ഒരു 3 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 3 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. 2013 അമേസ് ആ റേഞ്ച് തന്നെ ലോണും കിട്ടുന്നതല്ലേ? അത്രയും കിട്ടുന്നുണ്ടോ? ഫുൾ ലോൺ തന്നെ കൊടുക്കാൻ വേണ്ടി ലോൺ കൊടുക്കാം. ശരി. 2016 കേട്ടൺ. 2016 കേട്ടൺ VXI. കേട്ടൺ എന്ന് പറയുന്നത് നമ്മളെ വാഗണാറിലൊക്കെ വരുന്ന സെയിം 1000 cc എഞ്ചിനാണ്. ഓൾട്ടോ 800 വെച്ച് നോക്കുന്ന നേരം എഞ്ചിനുള്ള വ്യത്യാസമുണ്ട്, ബോഡി ഷേപ്പിലുള്ള വ്യത്യാസവും വരുന്നുണ്ട് മെയിനായിട്ട്. ഓണർഷിപ്പ് എത്രയത്? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. കിലോമീറ്റർ 80,000 റേഞ്ചിൽ ഓടിയിട്ടുണ്ട്. മെയിനായിട്ട് ഫീച്ചറിൽ വരുന്ന വ്യത്യാസം പവർ വിൻഡോസ് 2 എയർ ബാഗ് ഉണ്ടാവില്ല. 2016 വന്നിട്ടില്ല. കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്. അതേപോലെ തന്നെ സെൻട്രൽ ലോക്ക് ഓൾട്ടോ കേട്ടൺ LXI-ലും ഓൾട്ടോ 800 LXI-ലും വരാത്തതാണ്. ആ സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം ഒരു 50,000 രൂപ അടുത്ത് പുതിയ വണ്ടിക്ക് തന്നെ റേറ്റ് വ്യത്യാസം LXI VXI വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2016 മോഡൽ ഓൾട്ടോ കേട്ടൺ VXI ഫുൾ ഓപ്ഷൻ വണ്ടിക്ക് എത്ര, സിംഗിൾ ഓണർ വണ്ടിക്ക് എത്ര ചോദിക്കുന്നത്? നമ്മൾ 2.55. 2.55 ചോദിക്കുന്ന റേറ്റ്. ലോണൊക്കെ ഏകദേശം എത്ര കിട്ടും? ലോൺ ചെയ്യാം. 2.5 തന്നെ ഫുൾ ലോൺ ആയിട്ട് കിട്ടുന്നുണ്ടാവും അല്ലേ? എടുക്കുന്നൊക്കെ എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും ഉണ്ടോ? ടയർക്ക് അത്യാവശ്യം പോളിഷ് അത് ഞങ്ങൾ ചെയ്ത് കൊടുക്കും. പോളിഷ് ചെയ്യാണ്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കും. വേറെ വർക്കൊന്നും ഇല്ല? ഇവിടെ തന്നെ പോളിഷ്. 2015 മോഡൽ മൈക്ര. 2015 മൈക്ര KL 56 കൊടുവള്ളി രജിസ്ട്രേഷൻ അല്ല, കൊയിലാണ്ടി രജിസ്ട്രേഷൻ ആണ്. HV എന്നുള്ള ഫുൾ ഓപ്ഷൻ അല്ലേ? HV എന്നുള്ള ഫുൾ ഓപ്ഷനിലേക്ക് വരുന്നേരം പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവും. അതേപോലെ തന്നെ 4 ഡോർ പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ്, ഇങ്ങനെയുള്ള ഒരു ഇതെല്ലാം ഫീച്ചേഴ്സും വരുന്നുണ്ട്. HV പ്രീമിയത്തിലേക്ക് വരുന്നേരം ഇൻബിൽട്ട് സ്റ്റീരിയോ ഉണ്ടാവും. വണ്ടി എങ്ങനെയുണ്ട് നിലവിൽ? മൈക്ര പെട്രോൾ നല്ല വണ്ടിയാണ്. 1200 cc വരുന്ന വണ്ടിയാണ്. നമ്മളെ സണ്ണിക്കൊക്കെ വരുന്ന
സെയിം എഞ്ചിൻ തന്നെയാണ്. CNG ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ 20ന്റെ പുറത്തൊക്കെ മൈലേജ് കിട്ടുന്നുണ്ടാവും. എത്ര ചോദിക്കുന്നത് 2015 മൈക്ര ഫുൾ ഓപ്ഷൻ വണ്ടിക്ക്? നമുക്ക് 2.55. 2.55 കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ആ റേറ്റിൽ ഫുൾ ലോണും കയറും. 15 മൈക്ര. അതെ അതെ. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സിംഗിൾ ആണ് ഇതിനകത്ത് കാണിക്കുന്നത്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നല്ല വണ്ടിയാണോ? നല്ല വണ്ടി. എടുക്കുന്നതൊക്കെ വർക്കൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. പെട്രോൾ വണ്ടിയാണ്. ഒരു 13-15 റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ടാവും. പിന്നെ മെയിൻ്റനൻസും കാര്യമായിട്ടും വരുന്നുമില്ല. ബജറ്റ് ലോ ബഡ്ജറ്റിൽ വരുന്ന ലക്ഷറി വണ്ടി. എങ്ങനെ ഡീറ്റെയിൽ വരുന്നത്? 2004 മോഡൽ C220 KL 65 റീ രജിസ്ട്രേഷൻ വണ്ടിയാണോ? അതെ അതെ. നിലവിലുള്ള കണ്ടീഷനൊക്കെ എന്താ? ആവറേജ് വണ്ടി. ആവറേജ്. എടുക്കുന്നൊക്കെ കാര്യമായിട്ട് എന്തെങ്കിലും പണിയാനുണ്ടാവോ? പണി ചെറുതൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഓടിക്കണ്ടേ, ഞാൻ ഓടിച്ചിട്ട് അത് കൊണ്ടത് ഓടിച്ചുകൊണ്ടുപോകുന്നുണ്ട്. റണ്ണിങ് കണ്ടീഷനാണ്. AC ഒക്കെ വർക്കിംഗ് ആണ്. അത്യാവശ്യം ഒരു കമ്പത്തിന് പുറത്ത് കൊണ്ടു നടക്കാൻ വേണ്ടി പറ്റും. കുറച്ചുകൂടെ കഴിയുന്നേരം വിന്റേജ് എന്നൊക്കെ വേണമെങ്കിൽ കാറ്റഗറിയിലേക്ക് എത്തുന്നേരം നോക്കാന്നല്ലേ അല്ലേ? അപ്പം C20 2004 മോഡൽ വണ്ടി റേറ്റ് എങ്ങനെയാണ് വരുന്നത്? നമുക്ക് 2.60 കൊടുക്കാം. 2.60 2004 മോഡൽ ബെൻസ് C220. ടയറൊക്കെ അത്യാവശ്യം കാണുന്നുണ്ട്. പിന്നെ റണ്ണിങ് കണ്ടീഷൻ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഉള്ള പോലെ പറഞ്ഞിട്ടുണ്ട്. ബാക്കി മെക്കാനിക്കിനെ കാണിച്ചിട്ട് അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് എടുക്കുക എന്നുള്ളതല്ലേ? ഓക്കെ. അത്യാവശ്യം റെന്റിനൊക്കെ കൊടുത്തിട്ട് പൈസ മുതലാക്കാൻ പറ്റും. കണ്ടത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് ആണ്. ഞങ്ങൾ തന്നെ ആയിരിക്കൂലേ? അതെ. ബോളർ എങ്ങനെയാണ് വരുന്നത്? നല്ല വണ്ടി. സിംഗിൾ ഓണർ വണ്ടിയാണ്. 2011-12 രജിസ്റ്റർ. 11 മോഡൽ, മാനുഫാക്ചർ, 12 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർ 57 കൊടുവള്ളി രജിസ്ട്രേഷൻ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? 1.35 കിലോമീറ്റർ. കറക്റ്റ് ഓട്ടോ. ഇത് M2DI ആണ് എഞ്ചിൻ വരുന്നത്. അപ്പൊ അതിനെ കൊണ്ട് മെയിൻ്റനൻസ് കാര്യമായിട്ടൊന്നും വരുന്നുണ്ടാവില്ല. 15 റേഞ്ചിൽ മൈലേജ് കിട്ടൂലേ? ഇതിപ്പോ നിലവിൽ 7 സീറ്റർ അല്ലേ വരുന്നുണ്ടാവും? 7 സീറ്റർ വണ്ടി. റൂഫ് AC ഒക്കെ വരൂലേ? ഇല്ല, റൂഫ് AC വരുന്നില്ല. SLX അല്ലേ ഇത്? SLX വരുന്നില്ല. ഓക്കെ. SLX റൂഫ് AC വരുന്നില്ല. ZLX ആണ് ഫുൾ ഓപ്ഷൻ വരുന്നത്. അതായത് ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ വരുന്ന വേരിയന്റ് അല്ലേ? 2011-12 ബൊളേറോ റേറ്റ് എത്ര ചോദിക്കുന്നത്? നമുക്ക് 2.80 ഫൈനൽ കൊടുക്കാം. 2.80 ഫൈനലായിട്ട് ഫുൾ ലോണും ചെയ്യാൻ പറ്റില്ല. ഫുൾ അത്യാവശ്യം നല്ല വൃത്തി കാണുന്നുണ്ട്. ചെറുതായിട്ട് ബമ്പറൊക്കെ ഒന്ന് റീപെയിന്റ് ചെയ്തായിട്ട് കാണുന്നുണ്ട്. പക്ഷെ എന്നാലും വേറെ മേജർ ആയിട്ട് ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ് ഒന്നുമില്ല, അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ക്ലീൻ വണ്ടി, ക്ലീൻ വിലക്കി കൊടുക്കുക. പുതിയ ബാറ്ററി ഇട്ട് പുതിയ ബാറ്ററിയാണ്. ബാക്കി എന്താ ഉള്ളത്? ബാക്കി എന്താ കറക്റ്റ് ആണ്. നല്ല വണ്ടി. ശരി. ഇത് കൊറോള അൾട്ടിസ് ഫേസ് ലിഫ്റ്റ് വരുന്ന വണ്ടി. 2010 KL 10B എന്നുള്ള രജിസ്ട്രേഷൻ കാണുന്നുണ്ട്. അപ്പൊ റീ രജിസ്ട്രേഷൻ. ഓക്കെ. ഡീസൽ അല്ലേ വരുന്നത്? ഡീസൽ 1.4 ലിറ്റർ എഞ്ചിൻ ആയിരിക്കും. നമ്മൾ മുന്നേ കണ്ട എമേസുമാരി തന്നെ നല്ല മൈലേജ് ഉണ്ടാവും. മൈലേജിന് ക്ഷാമം ഉണ്ടാവില്ല. ആഫ്റ്റർ മാർക്കറ്റ് എല്ലോയ്സ് കൊടുത്തായിട്ട് കാണുന്നുണ്ട്. അത്യാവശ്യം നല്ല അടിപൊളി എല്ലോയ്സ് ആണ്. വണ്ടി അത്യാവശ്യം ഷേപ്പും കാണുന്നുണ്ട്. നിലവിലുള്ള കണ്ടീഷനൊക്കെ എന്താ? നല്ല വണ്ടി. എടുക്കുന്നതൊക്കെ എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും കാര്യമായിട്ട് പറയത്തക്ക രീതിയിലുണ്ടാവും? ടയർ കുറച്ച് കുറവുണ്ട്. ടയർ കുറവുണ്ടല്ലേ? വല്ലാതെ മെക്കാനിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ ചെറുതായിട്ട് ടച്ചപ്പ് റീപെയിന്റ് ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു 10-14 കൊല്ലം വഴക്കുള്ള വണ്ടി നോക്കുന്നേരം അത്യാവശ്യം നല്ല വൃത്തി കാണുന്നുണ്ട്. കിലോമീറ്റർ റീവണ്ടി അതിനെ കൊണ്ട് കറക്റ്റ് പറയാൻ പറ്റൂല. ആത്മാർത്ഥമായിട്ട് ഉള്ള പോലെ പറയാം. പിന്നെ റേറ്റ് എത്ര ചോദിക്കുന്നത്? 2010 അൾട്ടിസിന് നമുക്ക് 3 ലക്ഷത്തിന് കൊടുക്കാം. 3 ലക്ഷത്തിന് 2010 അൾട്ടിസ് റീവണ്ടിയാണ്. അവര് എല്ലോയ്സും ഒക്കെ കൂടെ ചേർത്തിട്ടുള്ള ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC, അതേപോലെ തന്നെ AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. എല്ലാം വർക്കിംഗ് ആണല്ലേ? എടുക്കുന്നതൊക്കെ എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും ഇതിനകത്ത് എടുക്കേണ്ടതായിട്ടുണ്ടാവോ? മേജർ ആയിട്ട് ടയർ തന്നെ ഉള്ളൂ. ഓക്കെ. ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും അൾട്ടിസിന്? ലോൺ നമുക്കൊരു 2.5 റേഞ്ചിലൊക്കെ. റീവണ്ടി ആയാലും അൾട്ടിസിന് ആ ഒരു ഫണ്ടിങ് കിട്ടും. മാർക്കറ്റുള്ള വണ്ടിയാണ്. ശ്രീരാമ ചെയ്യുന്നല്ലേ? പക്ഷെ മെയിൻ ആയിട്ട് ആ ഒരു എഞ്ചിന്റെ ക്വാളിറ്റിയാണ് പറയുന്നത്. തല്ലിക്കൊന്നാലും ചാവൂല. ടൊയോട്ടനെ കൊണ്ടുപോയി. 2015-16 ജാസ് ആണ്. എംഎസിന്റെ സെയിം എഞ്ചിൻ തന്നെ. പെട്രോൾ ആണോ ഡീസൽ ആണോ ഇത്? ഡീസൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഡീസൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 1.15. 1 ലാക്ക് അബോ. 1.15 ഹിസ്റ്ററി ഉള്ള വണ്ടിയാണോ? അതെ. റീപ്ലേസ് എന്തെങ്കിലും പറയത്തക്ക രീതിയിൽ? ഒന്നുമില്ല. ഡീസലിനകത്ത് ഏകദേശം 20 പുറത്ത് മൈലേജ് കിട്ടും. നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള ഹോണ്ടന്റെ സെയിം ID ടെക് എഞ്ചിൻ തന്നെ. വലിയ മെയിൻ്റനൻസും വരുന്നില്ല. അതേ സമയത്ത് അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്നുണ്ടാവും. SV എന്നുള്ളത് മിഡിൽ ഓപ്ഷൻ ആണ്. ES, SV, VX ഇങ്ങനെയൊക്കെയാണ് ജാസിന്റെ വേരിയൻസ് വരുന്നത്. മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരുന്നുണ്ട്. മെയിൻ ആയിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾസും 2 എയർ ബാഗും വരുന്നുണ്ടാവും. പിന്നെ ABS അതെല്ലാം ഉണ്ട്.
കൂടുതൽ പവർ വിൻഡോസ് വരുന്ന എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. വീലേക്ക് വരുന്ന എല്ലോയ്സ് ഉണ്ടോ, ഇതിന് എല്ലോയ്സ് ഇല്ല എന്നുള്ള വ്യത്യാസം മെയിൻ ആയിട്ടുള്ളത്. 2016 MIs എത്ര റേറ്റ് എത്ര ചോദിക്കുന്നത്? ഐ മീൻ 2016 ജാസിന് 15-16 ജാസിന് നമുക്കൊരു 4.5 ലക്ഷത്തിന് ഫൈനൽ കൊടുക്കാം. 4.5 ലക്ഷത്തിന് കൊടുക്കാൻ പറ്റും. ലോണൊക്കെ എത്ര പറയാൻ പറ്റും? അത്ര ലോൺ കൊടുക്കാം. ഫുൾ ലോൺ തന്നെ ചെയ്യാം. ക്യാഷ് ബാക്ക് ഒരു 25 രൂപ ക്യാഷ് ബാക്ക് നമുക്ക് ചെയ്യാം. 4.25 ലോൺ വരുന്ന വണ്ടിയാണ്. 4.5 റേറ്റ് വരുന്നത്. വില കുറച്ച് കൊടുക്കുന്നത് നിങ്ങൾ ഓഫറാണോ അല്ലെങ്കിൽ ഇടിച്ച പുതിയ ഷോപ്പിന്റെ ഇതായിട്ട് കൊടുക്കണം, അല്ലാണ്ട് ഇടിച്ച വണ്ടീനെ കൊണ്ട് വില കുറച്ച് കൊടുക്കലല്ലോ. പുതിയ റീപ്ലേസ് ഒന്നുമില്ലല്ലോ ഇനി? ഒന്നുമില്ല. ഓക്കെ. അടുത്തത് 2017-18 രജിസ്റ്റർ വാഗണർ VXi. വാഗണർ VXi 17-18 K സീരീസ് എഞ്ചിൻ വരുന്നതാണ്. VXi എന്നുള്ള അന്ന് ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ. ബാക്ക് വൈപ്പർ, ഡീഫോഗർ, AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചർ വരുന്നുണ്ടാവുക. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 35,000. ആകെ 35,000 ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ കിലോമീറ്റർ ആണ്. ജെന്യൂൻ കിലോമീറ്റർ. 17-18 വണ്ടിയോ? അതെ. അയൽവാസിന്റെ വണ്ടിയാ. അയൽവാസിന്റെ വണ്ടി നിലവിൽ പൂട്ടിയിട്ടാണ്, ലോക്കാണ്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഒരു റീപ്ലേസും ഇല്ല. റേറ്റ് എത്രയാണ് വരുന്നത്? നമുക്കത് 3.75 കൊടുക്കാം. 3.75 2017-18 വാഗണാർ വിശ്വസിച്ചെടുക്കാൻ പറ്റൂലേ? വിശ്വസിച്ചെടുക്കാം. ലോണൊക്കെ എത്ര പറയാൻ പറ്റും? ഫുൾ ലോൺ പറയാൻ പറ്റും? ഫുൾ ലോൺ ഏകദേശം ഫുൾ തന്നെ നമുക്ക് കിട്ടുക. ഏകദേശം ഫുൾ ലോണൊക്കെ കിട്ടുന്നുണ്ടോ? വേറെ ഇപ്പോൾ എടുക്കുന്നൊക്കെ എന്തെങ്കിലും പണിയായിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. അത്യാവശ്യം ടയറും ഉണ്ട്. ഓക്കെ. വൈശേട്ടാ അടുത്തത് 2013 ഇയോണ്. 2013 ഇയോണ്. 800 cc ആണോ 1000 cc ആണത്? ഇത് 800 cc. 800 cc ഇയോണ്. ഇറാ പ്ലസ് ആണോ മാഗ്ന ആണോ? ഇറാ പ്ലസ് ഇയോണ്. നല്ല വൃത്തിയുണ്ടല്ലോ. അതെ. അത്യാവശ്യം ടയറും കാണുന്നുണ്ട്, ഒരു ടയർ കാണാനും ഇല്ല. ഇത് പഞ്ചറാ? ജാക്കിന്റെ മുകളിൽ. വണ്ടി ലോക്കല്ലേ? മെയിൻ്റെനൻസ് നടക്കുന്നതിനെ കൊണ്ടാണോ കുറെ വണ്ടിയൊക്കെ ലോക്ക് ചെയ്ത് വെച്ച്? കുറെ മുകളിൽ പൊടിയും കാണുന്നുണ്ട്, വർക്ക് എടുക്കുന്നതിനെ കൊണ്ടല്ലേ? ഓക്കെ. റേറ്റ് എത്ര വയ്ക്കുന്നത് 2013 ഇയോണിന്? നമുക്ക് പാർട്ടി ചോദിച്ചത് 1.70 ആണ്. കസ്റ്റമർ വണ്ടിയാണോ? കസ്റ്റമർ വണ്ടി, അത് നമ്മളെ വണ്ടിയല്ല, പാർക്കിംഗ് സെയിൽ വന്ന വണ്ടിയാ. നിലവിൽ ഓണർഷിപ്പ് എത്ര എത്തിയിട്ടുണ്ട്? സിംഗിൾ. കിലോമീറ്റർ 80,000 അല്ലേ? 80,000. നല്ല വണ്ടിയാ. നല്ല വണ്ടി. കൂട്ടത്തിൽ ഒന്ന് വേണമല്ലോ, കണ്ണീർ പറ്റാണ്ടൊക്കെ. അതെ. പക്ഷെ കുറ്റം പറയാനും പറ്റില്ല, അത്യാവശ്യം നല്ല ബോഡി ഷേപ്പും ഉണ്ട്, വൃത്തിയുണ്ട്. ഓടിക്കാൻ എങ്ങനെയുണ്ട്? നല്ല. ആ വിലക്കുള്ള മുതലുണ്ട്. കാരണം 2013 ഇയോണ് 1.70 എന്നൊക്കെ പറയുന്നൊരു നല്ല വണ്ടി, അതുകൊണ്ടാണ് റേറ്റ്. കസ്റ്റമർ ചോദിക്കുന്ന ആ റേറ്റ് ആ മുതലുള്ളതിനെ കൊണ്ടാണ്. ആയിക്കോട്ടെ. 2014 സ്വിഫ്റ്റ് KL14 കാസർഗോഡ് രജിസ്ട്രേഷൻ ആണ്. DDIS എന്നുള്ള ബാഡ്ജിങ് കാണുന്നുണ്ട്. ഡീസൽ ആണ്. വേരിയന്റ് ഏതാ വരുന്നത്? LDI, VDI, ZDI? VDI എന്നുള്ള ഏറ്റവും കൂടുതൽ ഇറങ്ങിയിട്ടുള്ള മിഡിൽ ഓപ്ഷൻ ഡീസൽ. AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുക. തൊട്ടടുത്ത് തന്നെ ബസ് റൂട്ട് തന്നെയല്ലേ ഇത്? കൊണ്ടോട്ടി വരെ ബസ് കിട്ടും. അപ്പോൾ വരുന്നവർക്ക് കൊണ്ടോട്ടി വരെ വന്നാൽ മതി. കൊണ്ടോട്ടി വരാം, കുന്നുംപുറത്ത് വരാം അല്ലേ? ഓക്കെ. വൈചേട്ടാ, അപ്പോൾ തിരിച്ച് സ്വിഫ്റ്റിലേക്ക് വരികയാണെങ്കിൽ കിലോമീറ്റർ നിലവിൽ എത്ര ഓടിയിട്ടുണ്ട് 2014 സ്വിഫ്റ്റ്? ഇത് 1.35 ആ റേഞ്ചിലൊക്കെ ഉണ്ടാവും. ഓക്കെ. ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ്? ഹിസ്റ്ററിയുള്ള വണ്ടി. അപ്പോൾ ടൈമിംഗ് ചെയിനൊക്കെ എടുത്ത് മാറിയിട്ടുള്ളൂ. കമ്പനി തന്നെയാണ് മാറിയ? കമ്പനി. വേറെ റീപ്ലേസ് എന്തെങ്കിലും പറയത്തക്ക രീതിയിലുണ്ടോ? ഡോറ് റീപ്ലേസ് ഉണ്ട്. ഏത് ഡോറാ? ലെഫ്റ്റില് ഈ ഡോറാ? അതെ. മേജർ ആയിട്ട് ഇടിച്ചിട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല. സ്ട്രക്ചറിലേക്ക് ഒന്നും ഇടിയൊന്നും കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല. ഓക്കെ. എടുക്കുന്നതൊക്കെ വേറെ എന്തെങ്കിലും വർക്ക് വന്ന നിലവിൽ ഇപ്പൊ ടൈമിംഗ് ചെയിൻ മാറ്റിയിട്ടുണ്ട്. വേറെ എന്തെങ്കിലും വർക്ക് ഒന്നുമില്ല. ഡീസൽ അടിച്ച് കൊണ്ടുവന്നാൽ മതി. ഒരു ഓയിൽ ചേഞ്ച് മനസ്സമാധാനത്തിന് ചെയ്യാന്നുള്ളത്. പിന്നെ റേറ്റ് എത്ര ചോദിക്കുന്നത് 2014 സ്വിഫ്റ്റ് VDI? നമുക്ക് 3,75,000 ഫൈനൽ കൊടുക്കാം. 3.75 ഫൈനല്. ലോണ് 3.60 റേഞ്ചിൽ എന്തായാലും മുകളിലേക്കും കിട്ടേണ്ടതാണ്. പിന്നെ പുതിയ സ്വിഫ്റ്റ് ആയിട്ട് റേറ്റ് കമ്പയർ ചെയ്യുന്ന നേരം പുതിയത് 3 സിലിണ്ടർ വണ്ടി വരുന്നുണ്ട്. റേറ്റ് 9 അടുത്താണ്. അതിന് തൊട്ട് മുന്നത്തെ 8-40 റേഞ്ചിലൊക്കെ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ പെട്രോളാണ്. ഡീസലായിട്ട് നോക്കുന്ന നേരം വലിയ അന്തരം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും മാർക്കറ്റുള്ള ഈ ഒരു ഡീസൽ ഫിയാറ്റിന് എഞ്ചിൻ വരുന്ന സ്വിഫ്റ്റിന്. വണ്ടി നിലവിലുള്ള കണ്ടീഷനൊക്കെ എന്താ പാട്? നല്ല വണ്ടി, അത് വിശ്വസിച്ചെടുക്കാം. 2012 ബീറ്റ്. 2012 ബീറ്റ്. പെട്രോളാണോ ഡീസലാണോ? ഡീസൽ ബീറ്റ്. ആള് ലേശം കുഴപ്പക്കാരനാണ്. നിലവിലുള്ള ആളുടെ ഒരു ഇതെന്താ അവസ്ഥ? കുഴപ്പമില്ല. ഇഞ്ചക്ടർ, ടർബോ, അതൊന്നും കുഴപ്പമില്ല. എഞ്ചിൻ മണി അല്ലെങ്കിൽ ഫ്യൂൽ പമ്പ് അങ്ങനെ എന്തെങ്കിലും കലാപങ്ങൾ ഉള്ള ആളാണോ? ഒന്നുമില്ല. പേശിയൊക്കെ പക്കേ. വണ്ടി ലോക്കാണ്. ഇത് വേരിയന്റ് ഏതാ വരുന്നത്? LS ആണ്. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും വരുന്നത്. റേറ്റ് എത്ര ചോദിക്കുന്നത്? നമുക്ക് 90,000 ആണ് ചോദിക്കുന്നത്. 2012 ബീറ്റ്. എടുക്കുന്നൊക്കെ എന്തെങ്കിലും വർക്ക് ഇപ്പൊ നിലവിലൊന്നും വർക്കില്ല. ഇഞ്ചക്ടർ ഒന്നും ടർബോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. റണ്ണിങ് ഒക്കെ പക്കയാണ്. AC ഒക്കെ പക്കയാണ്.
ലോണ് 2012 ബീറ്റിനൊന്നും കിട്ടൂല. അടുത്തത് 2014 ഡസ്റ്റർ 85. 2014 ഡസ്റ്റർ 85 PS. RXL ആണോ അല്ലെങ്കിൽ വേരിയന്റ് ഏതാ വരുന്നത്? RXL 85 PS പവർ, 18-20 റേഞ്ചിൽ മൈലേജ് ഉള്ള വണ്ടിയാണ്. അതേ സമയത്ത് വലിയൊരു മെയിൻ്റനൻസും വരുന്നുണ്ടാവില്ല. PS ലേക്ക് വരുന്നേരം 2 എയർ ബാഗ് വരുന്നുണ്ടാവും, പിന്നെ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, ഇങ്ങനെയായിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുക. റേറ്റ് എത്ര വയ്ക്കുന്നത് പൈസ 2014 ഡസ്റ്ററിന്? 410. 410 വയ്ക്കുന്നുണ്ട്. ലോണൊക്കെ എത്ര ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്? 4 ഉറുപ്പിക കൊടുക്കുക. ഏകദേശം ഫുള്ള് വരിക. ഫുൾ ലോൺ തന്നെ പറയാൻ പറ്റും. ക്യാഷ് ബാക്ക് പറയാൻ പറ്റുമോ? ക്യാഷ് ബാക്ക് കയറും. പ്രൊഫൈലുള്ള വണ്ടി, പ്രൊഫൈലുള്ള കസ്റ്റമറിന് ലോൺ ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. അതെ അതെ. ഓക്കെ. വേറെ എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടോ? മേജർ സർവീസ് കഴിഞ്ഞാണോ? ടയർ കുറച്ചൊരു കുറവുണ്ട്. അത്രേ ഉള്ളൂ. ടയർ കുറച്ചധികം കുറവുണ്ട്. വേറെ കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ. ഇല്ല ഇല്ല. ഓക്കെ. ടൊയോട്ട എറ്റിയോസ് ലിവ KL10 മലപ്പുറം രജിസ്ട്രേഷൻ ആണ്. കേരള വണ്ടിയാണോ റീവണ്ടിയാണോ? റീവണ്ടിയാണ്. എല്ലോയ്സ് കാണുന്നുണ്ടല്ലോ. ഇത് വേരിയന്റ് ഏതാ? ജി ആണോ GD ആണോ? GD-SP ആണല്ലേ. GD-SP എന്ന് പറയുന്ന നേരം അലൈവിൽ എക്സ്ട്രാ ചെയ്താ. അലൈവിൽ എക്സ്ട്രാ ചെയ്യും. ഞാനത് നോക്കിയത്. എയർ ബാഗ് വരുന്നുണ്ട്, 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട്. ഡീസലിലേക്ക് വരുന്ന നേരം 1400 cc നമ്മളെ നോർമലി കാണുന്ന 1.4 ലിറ്റർ ലിവാൻ്റെ ഒക്കെ എൻജിൻ ഏകദേശം 18, 20, 22, 24 വരെയൊക്കെ മൈലേജ് കിട്ടാറുണ്ട്. അതെ അതെ. വണ്ടി എന്താ കണ്ടീഷൻ? നല്ല വണ്ടി. അങ്ങനെയല്ല, മൊത്തത്തിൽ വണ്ടി മൊത്തത്തിൽ നല്ല വണ്ടിയാ. എടുക്കുന്നതൊക്കെ എന്തെങ്കിലും പണി എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, എടുത്ത് ഓടിച്ചാൽ മതി. ടയോട്ടല്ലേ, ഒന്നും വരാം. അതൊക്കെയാണ്. പക്ഷെ എന്നാലും ചോദിക്കുക, ഇപ്പോൾ ടൈം ബെൽറ്റ്, ക്ലച്ച്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാല്ലേ. ഫുള്ള് സെറ്റ് അല്ലേ? എത്ര റേറ്റ് എത്തിരിക്കുന്നത് 2015 ലിവയ്ക്ക്? 435 കൊടുക്കാം. 435 2015 ലിവ റീ രജിസ്ട്രേഷൻ വണ്ടി അല്ലേ? അതെ അതെ. ഇവിടേക്ക് വരുന്നേരം ലിവയ്ക്കും സ്വിഫ്റ്റിനും അത്യാവശ്യം മാർക്കറ്റാണ് മലപ്പുറത്ത് സ്വതവേ. പിന്നെ ഇന്നോവയ്ക്കും അതെ മൈലേജ് ഉള്ളതുകൊണ്ടാണ്. മൈലേജും ഉണ്ട്, മെയിൻ്റനൻസും. ഓക്കെ. നിങ്ങൾ എപ്പോഴും ബൈജേട്ടാ എന്നാണ് വീഡിയോയിലൊക്കെ വിളിക്കുന്നത്. ശരിക്കുള്ള പേര് അംജാദ് ഷഫീഖ് എന്നാണ്. ബൈജേട്ടാ എന്ന് വിളിച്ച് ശീലിച്ചതിനെ കൊണ്ട് എല്ലാവരും ബൈജോ എന്ന് വിളിക്കുന്നത്. അടുത്ത് 2015 GD എറ്റിയോസ് GD എറ്റിയോസ്. കേരള വണ്ടിയാണോ റീവണ്ടിയാണോ? റീവണ്ടിയാണ്. GD എന്ന് പറയുന്നത് GD-SP ഇല്ലല്ലോ, GD അല്ലേ ഉള്ളൂ? GD തന്നെ ഉള്ളൂ. എയർ ബാഗ് ഒന്നും വരില്ലല്ലോ. എയർ ബാഗ് വരുന്നുണ്ട്. GD-SP ആണ്. GD-SP ആണ്. കിലോമീറ്റർ ഒക്കെ എത്ര ഓടിയുണ്ട് റീവണ്ടി? അതിനെ കൊണ്ട് ചോദിക്കാണ്. 1.5 ലെവലൊക്കെ ഉണ്ടാവും. 1.5 ലെവലൊക്കെ ഉണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, പോട്ടെ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചർ ആയിട്ടുണ്ടാവും. വണ്ടി നിലവിൽ ലോക്ക്ഡ് ആണ്. ഓണർഷിപ്പ് നിലവിൽ എത്രയുള്ള? സെക്കൻഡ് ആണോ? സെക്കൻഡ്. ഓക്കെ. ഇപ്പൊ തേർഡ് ആയിട്ടുണ്ട്. 15 എറ്റിയോസ് GD റീവണ്ടി. റേറ്റ് എത്ര ചോദിക്കുന്നത്? നമുക്ക് 410 കൊടുക്കാം. 410 കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഫൈനൽ റേറ്റ് 410. 3.25 മുകളിൽ ലോൺ കിട്ടും. 3.25 മുകളിൽ കിട്ടുമോ? ഇല്ല 3.25 മാക്സിമം ലോൺ കയറുള്ളൂ. ഒരു 10-35 ഉറുപ്പിക ഉണ്ടെങ്കിൽ എറ്റിയോസ് GD ഇറക്കാൻ പറ്റും. ഉള്ളതിപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ നല്ല മൈലേജ് ഉള്ള വണ്ടികളാണുള്ളത്. ഒരു ഇതെല്ലാം വണ്ടികളും അല്ലെങ്കിൽ മെയിൻ്റനൻസ് തീരെ കുറവുള്ള വണ്ടികളാണ്. ഓക്കെ. 2010 മോഡൽ ഇന്നോവ G4. ഓക്കെ. റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഓക്കെ. നമുക്ക് നല്ല വണ്ടിയാണ്. റേറ്റ് എത്ര ചോദിക്കുന്നത്? 2010 G4 480. 480 2010 നെഗോഷ്യബിൾ ആണ്. ഇനി കുറയും. കുറയും. റീവണ്ടിയാണ്. 2010 G4 ഇന്നോവയാണ്. നിലവിലുള്ള കണ്ടീഷനൊക്കെ എന്താണ്? നല്ല വണ്ടി. 4.25 റേറ്റ് പറഞ്ഞിട്ടുള്ളത്. ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും? 3,70,000 3.25 ലോണ് കിട്ടുന്നുണ്ടാവും. ഇത് ഇന്റർകൂളർ വരുന്നതാണോ അല്ലെങ്കിൽ? ഇന്റർകൂളർ അല്ല. ഓക്കെ. എടുക്കുന്നൊക്കെ എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും? നല്ല വണ്ടി. നല്ല വണ്ടിയാണ്. ഓക്കെ. ബജറ്റ് അടുത്തത് ബ്രസ 2017 VDI ആണോ? VDI ഓപ്ഷൻ ആണോ? ഇത് VDI ആണ്. പക്ഷേ VDI ഓപ്ഷനിലൊക്കെ വരുന്ന ZDയിലൊക്കെ വരുന്ന കമ്പനി എല്ലോയ്സ് കാണുന്നുണ്ട്. അത്യാവശ്യം ടയറും കാണുന്നുണ്ട്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടോ പ്രസ? 1.24. ഓണർഷിപ്പ് എത്ര വരുന്നത്? സിംഗിൾ. റീപ്ലേസ് എന്തെങ്കിലും പറയാത്ത രീതിയിലുണ്ടോ? ഒന്നുമില്ല. അത്യാവശ്യം ബോഡി ഷേപ്പ് കാണുന്നുണ്ട്. ഈ ഒരു കളറിന്റെ ആണ് ഒരു ബ്രസന്റെ ഒരു റൂഫ് ഇട്ടതിനെ കൊണ്ടല്ലേ? പുറത്തിറങ്ങി കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ഷോ ഇട്ടുണ്ട്. കുറച്ചൊരു ഇരുണ്ട പോലെ മൊത്തത്തിൽ തോന്നുന്നതിനെ കൊണ്ട്. KL56 കൊയിലാണ്ടി രജിസ്ട്രേഷൻ ആണ്. വണ്ടി എങ്ങനെയുണ്ട്? നല്ല വണ്ടി. 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന ഡീസൽ വണ്ടി.
നിലവിലുള്ള കണ്ടീഷനൊക്കെ എങ്ങനെയുണ്ട്? നിലവിലെ കണ്ടീഷൻ നല്ല വണ്ടിയാ, പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല കോട്ടിലുണ്ട്, എടുക്കുന്ന വിശ്വസിച്ചെടുക്കാം. വിശ്വസിക്കാം. കമ്പനി സർവീസ് തന്നെ മൊത്തം ഉണ്ട്. സർവീസിലുണ്ട്. റേറ്റ് എത്രയാണ് വരുന്നത്? നമുക്ക് 6.75 കൊടുക്കാം. 6.75 2017 പ്രസ. കുറച്ചെന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റൂ? ചെറിയ തോതിൽ വിട്ടുവീഴ്ചക്ക് മനോഭാവം ഉണ്ടാവും. അതെ. ഓക്കെ. ലോണൊക്കെ എത്ര പറയാൻ പറ്റുന്നുണ്ടാവും? നമുക്കൊരു 6 ലക്ഷം രൂപ ലോൺ ഇടാം. 6.5 ലോൺ കിട്ടും. 10-25 രൂപയുടെ വ്യത്യാസം ഡൗൺ പേയ്മെന്റ് ആയിട്ട് കാണിരുന്നു മാത്രം. ഇപ്പൊ നിലവിൽ ഡീസൽ വണ്ടി ഇറങ്ങുന്നില്ല, അപ്പൊ അതിനെ കൊണ്ടുള്ള ഒരു ഡിമാൻഡ് ഡീസൽ പ്രസയിൽ മൊത്തത്തിൽ കാണുന്നുണ്ട്. 19 വരെ മാരുതിയിൽ ഡീസൽ ഫിയാറ്റിന്റെ എഞ്ചിനൊക്കെ വന്നിട്ടുള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. ഫുള്ള് ഇപ്പം ടൈം ബെൽറ്റ് ആണെങ്കിലും മേജർ സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വണ്ടിയാണ്. ഓക്കെ. അടുത്തത് 2018 എക്സ്ക്രോസ് സീറ്റ ആണോ ആൽഫയാണോ? സീറ്റ ആണ്. KL53 പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ ആണ്. DDIS എന്നുള്ള ബാഡ്ജിങ് കാണുന്നുണ്ട്. ഡീസൽ ആണ്. ഡീസൽ ഹൈബ്രിഡും 2018 നോർമൽ ഡീസലും ഉണ്ട്. ഇത് ഹൈബ്രിഡ് ആണോ അല്ലെങ്കിൽ? ഹൈബ്രിഡ് ആണ്. അപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. വണ്ടി നിലവിലുള്ള കണ്ടീഷനൊക്കെ എങ്ങനെയുണ്ട്? നല്ല വണ്ടി. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ടാവും. ഡ്യുവൽ എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഇങ്ങനെയുള്ള ഒരു ഇതെല്ലാം പ്രീമിയം ഫീച്ചേഴ്സും വരുന്നുണ്ടാവും. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC, അതേപോലെ തന്നെ ചെറിയൊരു സ്ക്രീൻ ഉൾപ്പെടെ. 20 പുറത്ത് മൈലേജ് കിട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണോ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ് എന്തെങ്കിലും പറയാത്ത രീതിയിൽ? റീപ്ലേസ് ഒന്നുമില്ല. റേറ്റ് എത്ര ചോദിക്കുന്നത്? നമുക്ക് 7.50 കൊടുക്കാം. 7.50 ചെറിയ തോതിൽ കുറച്ച് കൊടുക്കാം. 2018 മോഡല് സീറ്റ എസ്ക്രോസ് ഇറങ്ങുന്ന നേരെ ഏകദേശം 13 ആ റേഞ്ചിൽ. റേറ്റ് പെട്രോൾ അല്ല, ഡീസൽ ഹൈബ്രിഡ് ഉണ്ടായിരുന്നു. ഇപ്പൊ നിലവിൽ മോഡൽ ഇറങ്ങുന്നില്ല. നിലവിലുള്ള കണ്ടീഷൻ എന്താണ്? ഫിയാറ്റിന്റെ എഞ്ചിനാണ് വരുന്നത്. അപ്പം കിലോമീറ്റർ 1.5 ഓടിയതുള്ളൂ. നല്ല വണ്ടിയാ. ഇപ്പോഴും സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആണ്. എടുക്കുന്നതൊക്കെ പേടിക്കാൻ മാത്രം ഒന്നുമില്ല. കമ്പനി ഇങ്ങനെ സർവീസ് ചെയ്ത് പോയാൽ മതി അല്ലേ? ലോണൊക്കെ എത്ര? ഫുൾ ലോണൊക്കെ പറയാൻ പറ്റുമോ? 90% ഒക്കെ 90%. ഇപ്പം മോഡൽ ഡിസ്കണ്ടിന്യൂഡ് അതിനെ കൊണ്ടുള്ള ഒരു വില വ്യത്യാസം അല്ലേ? ഓക്കെ, ശരി. പ്രീമിയം ഫീച്ചേഴ്സ് വരുന്ന ഒരു പ്രീമിയം വണ്ടി അല്ലേ? അടുത്തത് 2018-19 രജിസ്ട്രേഷൻ അമേസ്. ഹോണ്ട അമേസ് KL60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ ആണ്. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ ആണ്. മൈലേജിന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം വരുന്നില്ല. എങ്ങനെയായാലും നല്ല മൈലേജ് കിട്ടില്ല അല്ലേ? അതെ. 20 പുറത്ത് മൈലേജ് കിട്ടുന്നുണ്ടാവും. ഓണർഷിപ്പ് എത്രയത്? സിംഗിൾ ഓണർ വണ്ടിയാണ്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ. ഡോറ് ഗ്ലാസ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ഒന്നുമില്ല. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ടല്ലേ? 18-19 MIs. ഡ്യുവൽ എയർ ബാഗും പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്ന അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ വരുന്ന വേരിയന്റ് ആണ്. ഓട്ടോ ക്ലൈമറ്റ് AC എല്ലാം ഉണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസും ഉണ്ടാവും. പിന്നെ റേറ്റ് എത്ര വയ്ക്കുന്നത്? നമുക്ക് 7.10 കൊടുക്കാം. 7.10 2018-19 മോഡൽ MIs. 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഹിസ്റ്ററി ഉള്ള വണ്ടിയല്ലേ? അതെ. സിംഗിൾ ഓണർഷിപ്പ്. ഓടിക്കാനൊക്കെ എങ്ങനെയുണ്ട് വണ്ടി? പക്ക സർവീസ് ഉള്ള വണ്ടിയാണ്. ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടാവും? ഫുൾ ലോൺ കൊടുക്കാം. ഫുൾ ലോണിന് മുകളിൽ കിട്ടുമോ? 18 വണ്ടി ഏകദേശം ഫുൾ ലോൺ തന്നെ കൊടുക്കാം. ഏകദേശം ഫുൾ ലോൺ ആക്കി വിടും. ഓക്കെ. 2011 മോഡൽ ഇന്നോവ. 2011 ഇന്നോവ KL10 BE ആണ് കാണുന്നത്. അതായത് റീവണ്ടി ആയിരിക്കും. ഇന്റർകൂളർ ആണ്. ഇന്റർകൂളർ എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. കിലോമീറ്റർ ഒക്കെ എത്ര ഓടിയിട്ടുണ്ടോ? റീവണ്ടി അതിനെ കൊണ്ട് ചോദിക്കാം. 1.5 ലക്ഷം ഓടിയിട്ടുണ്ടാവും. 1.5 ലക്ഷം റേഞ്ചിലെ കിലോമീറ്റർ. ജെന്യൂൻ ആണോന്ന് ഉറപ്പില്ല. G4 ആണോ V ആണോ ഇത്? G4 ആണ്. പക്ഷെ എല്ലോയ്സ് കാണുന്നുണ്ടല്ലോ. എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് കമ്പനി എല്ലോയ്സ് തന്നെ. നിലവിലുള്ള കണ്ടീഷനൊക്കെ എന്താ? സീറ്റ് കവർ ചെയ്ത് വണ്ടി അത്യാവശ്യം നല്ല ഷേപ്പും ഉണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയും കാണുന്നുണ്ട്. 6 സീറ്റർ ആണ്. അല്ല 7 സീറ്റർ. സോറി 2 3 7 സീറ്റർ. ഏകദേശം 10 പുറത്ത് 12-15 വരെയൊക്കെ റീൽസിൽ നമ്മള് മൈലേജ് കിട്ടിയെന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ടായിരുന്നു. എത്ര റേറ്റ് എത്ര ചോദിക്കുന്നത്? 2011 ഇന്റർകൂളർ 6 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. V ഓപ്ഷൻ അല്ല G4 അല്ലേ? ഓക്കെ. കുറയുന്നുണ്ടാവില്ലേ? ചെറിയ കുറയ്ക്കാം. ഓക്കെ. പക്ഷേ ഇപ്പോൾ റീവണ്ടി 2011 ഈ വിലക്ക് ക്വാളിറ്റി ഉണ്ട്, അതുകൊണ്ടാണ് റേറ്റ് എടുത്ത്. ഓടിച്ചത്ത വണ്ടിയാണോ? അല്ലല്ല, നല്ല ക്വാളിറ്റി വണ്ടി, അതുകൊണ്ടാണ് റേറ്റ് ഇട്ടത്. സാധാരണ നമ്മൾ ഇതിലും വില കുറച്ചിട്ട് റീവണ്ടി കാണാറുണ്ട്. ഇത് വിലക്കുള്ള 5.5 ലക്ഷത്തിന് കൊടുത്തു നമ്മുടെ വണ്ടി. 5-നും കൊടുത്തിട്ടുണ്ട്. 5-ന് കൊടുത്തിട്ടുണ്ട്. 11 തന്നെ. 11 ഇത് നല്ല വണ്ടിയാ. അതിനെ കൊണ്ട് വിലക്കുള്ള മുതലുണ്ടോ? മുതലുണ്ട്. ഓക്കെ. 2018 മോഡൽ 2018 SX ഓപ്ഷൻ, അതായത് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്.
4 കൂടുതൽ എയർ ബാഗ് വരുന്നുണ്ട്. അതേപോലെ തന്നെ കീലെസ് എൻട്രി, സൺറൂഫ്, എൽഒയ്സ് മുതൽ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ടോ. സ്റ്റിയറിംഗ് കൺട്രോൾസും അന്ന് ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെ അല്ലേ? അതെ അതെ. വണ്ടി എങ്ങനെയുണ്ട്? നല്ല വണ്ടി. അല്ല, അത് എല്ലാവരും പറയുന്നതാണ് നല്ല വണ്ടി. മൊത്തത്തിൽ നല്ല വണ്ടി, മൊത്തത്തിൽ നല്ല വണ്ടി. നല്ല വണ്ടിയാ. ഓടിക്കാനൊക്കെ എങ്ങനെയുണ്ട്? നല്ല വണ്ടി. കിലോമീറ്റർ എത്ര ഓടിക്കേണ്ടത്? 1.5 അങ്ങനെ തോന്നുന്നു. കമ്പനി ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. ഇഷ്ടമുള്ള വണ്ടി. ഓക്കെ. എടുക്കുന്നൊക്കെ എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും ചെയ്യത്തക്ക രീതിയിൽ ഉണ്ടാവുമോ? ഒന്നുമില്ല. അത്യാവശ്യം നല്ല ഷേപ്പ് ഉണ്ടല്ലോ. റീപ്ലേസ് ഉണ്ടാവും? കുറവാ. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. വിശ്വസിക്കാം. ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടാവും? നമുക്കൊരു 10 ലക്ഷം വരെ ലോണും ചെയ്യാം. 10 ലക്ഷം വരെ ലോൺ കിട്ടുന്നുണ്ടാവും. വണ്ടിക്ക് റേറ്റ് എത്ര? 10.45. 10.45 ചോദിക്കുന്നത്. കുറയും? ചെറിയ പോലെ കുറയ്ക്കാം. ചെറുതായിട്ട് കുറച്ച് കൊടുക്കുക എന്നുള്ളത്. ഇത് 1.6 ആണ് വേരിയൻസിന്. 18 റേഞ്ചിൽ, 15-18 റേഞ്ചിൽ ഡീസലിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. അതെ. ഓക്കെ. വേറെ നോക്കാനൊന്നുമില്ല. ഓൾഡ് ഷേപ്പാണ്. അത്യാവശ്യം ഡിമാൻഡുള്ള മോഡലും കൂടിയാണ് ഈ ഒരു ഫേസ് ലിഫ്റ്റ് വരുന്ന മോഡൽ. നല്ല വണ്ടിയാണ് ആണല്ലേ? ഓക്കെ. നമ്മളൊന്ന് വീഡിയോ നമ്മളോട് റാപ്പ് ചെയ്യാണ്. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വണ്ടികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് നമ്മുടെ സ്വന്തം കാർവണിന് നമ്പറോടെ കൊടുക്കുന്നുണ്ട്. ലൊക്കേഷൻ ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. നേരെ ഇവിടെ കാണുന്നത് നമ്മളെ കരിപ്പൂർ പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തുള്ള കുമ്മിണിപറമ്പ നയാര പമ്പാണ്. നയാര പമ്പിന് തൊട്ടടുത്തുള്ള കാർവൺ എന്നുള്ള യൂസ്ഡ് കാർ ഷോറൂമാണത്. ചില വണ്ടികൾക്ക് റേറ്റ് ചെറിയ വ്യത്യാസമുള്ളതായിട്ട് വീഡിയോയിൽ ഓപ്പണായി തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം മലപ്പുറത്തേക്ക് വരുന്നേരം ഇന്നോവ, മലപ്പുറത്തേക്ക് വരുന്നേരം സ്വിഫ്റ്റ്, മലപ്പുറത്തേക്ക് വരുന്നേരം എറ്റിയോസ്, ടൊയോട്ടയുടെ വണ്ടികൾ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും. പക്ഷേ ഹോണ്ടയുടെ വണ്ടികൾ സ്വതവേ നമ്മൾ കണ്ടിടത്തോളം നല്ല റേറ്റ് വ്യത്യാസം, എമേസ് ആണെങ്കിലും ജാസ് ആണെങ്കിലും നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. മൈക്ര ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല വില പാകമുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത്യാവശ്യം നല്ല വണ്ടികൾ തന്നെയാണ് കണ്ട കാഴ്ചയിലുള്ളത്. വണ്ടി എടുക്കുന്നതിന് മുന്നേ കഴിയുന്ന ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് വണ്ടി എടുക്കുക. അതേപോലെ തന്നെ വണ്ടികളുടെ നിലവിലുള്ള കണ്ടീഷൻ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിയിട്ട് എടുക്കുക. ലോണ് അതേപോലെയുള്ള മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചതിന് ശേഷം പർച്ചേസ് കാര്യങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുക. എത്രയ്ക്കാണ് നമ്മളെ വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോ കാണുമ്പോൾ ഹാപ്പി സൈനിങ് ഓഫ്. അഡിയോസ്.